ഓരോ IPL സീസണിലും വലിയ പ്രതീക്ഷകളോടെ ഫ്രാഞ്ചൈസികൾ ചില താരങ്ങളെ ലേലത്തിൽ വിളിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ടീമിൽ എത്തുമ്പോൾ എങ്ങനെയാവും അവരുടെ പെർഫോമൻസ് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അവർ ടീമിൻ്റെ രക്ഷകരാവുമെന്നായിരിക്കും ആ സമയത്ത് ടീം ഓണേഴ്സ് സ്വപ്നം കാണുക. അവർ അത്ഭുതങ്ങൾ കാട്ടുമെന്നായിരിക്കും പ്രതീക്ഷിക്കുക. വണ്ടർ കിഡ്സ് എന്ന ടാഗും ചിലപ്പോൾ അവർക്ക് കൊടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കോടികൾ ഇങ്ങനെ എറിയുമ്പോൾ എന്തിനാണ് എന്നൊക്കെ നമ്മളും ആലോചിക്കാറുണ്ട്. ഇവർക്കൊക്കെ എന്തിനാണ് ഇത്രയും കോടി രൂപ, അവർ അത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളും ആലോചിക്കാറുണ്ട്. ലേലം വിളിക്കാൻ പോകുന്നവരൊക്കെ മണ്ടന്മാരാണോ എന്നൊക്കെ നമുക്ക് തോന്നാറുമുണ്ട്. പിന്നെ നമ്മൾ IPL വരാൻ കാത്തിരിക്കുന്നു. അപ്പോഴാണ് അവർ ആരൊക്കെ ഹിറ്റാവും എന്ന് മനസ്സിലാവുക, IPL മത്സരം തുടങ്ങിക്കഴിയുമ്പോൾ. അങ്ങനെ കോടിക്കിലുക്കവുമായി എത്തിയ ഭൂരിഭാഗം പേരും വലിയ പരാജയമായി മാറുകയാണ് ഈ 19 സീസണുകളിലും നമ്മൾ കണ്ട ഒരു പതിവ്. അർഹിക്കുന്നതിലും അധികം വൻ പ്രതിഫലം വാങ്ങിയിട്ടും അതിൻ്റെ 1/3 തുകയുടെ പ്രകടനം പോലും കാഴ്ചവെക്കാത്ത ചില താരങ്ങൾ ഈ സീസണിൽ നമുക്ക് അങ്ങനെയുള്ള ചില താരങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അവർ ആരൊക്കെയെന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാമെന്ന് തോന്നുന്നു. അതായത് ഈ സീസണിൽ നിരാശപ്പെടുത്തിയവർ. ഈ സീസണിൽ നിരാശപ്പെടുത്തിയവരിൽ ഏറ്റവും മുന്നിലുള്ളത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നായകനും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്താണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിലെ നിരാശ LSCയിൽ ഈ സീസണിലും അദ്ദേഹം തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു ടീമും മുടക്കിയിട്ടില്ലാത്ത അത്രയും വലിയ ഒരു തുകയാണ്. T20യിൽ ശരാശരി റെക്കോർഡ് മാത്രമുള്ള, ശരാശരി എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യകാലത്ത് T20യിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫോം മങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പന്തിനെയാണ് LSC ഇത്രയും കോടി രൂപ കൊടുത്തുകൊണ്ട് 27 കോടി രൂപ എന്ന ഓൾ ടൈം റെക്കോർഡ് തുകയ്ക്ക് കഴിഞ്ഞ സീസണിന് മുന്നോടിയായുള്ള മെഗാ ലേലത്തിൽ അവർ വാങ്ങിയത്. 2025 IPLലും ദുരന്തമായിരുന്ന ഋഷഭ് പന്ത് ഈ സീസണിലും അത് ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ്. ഒരു കളി ഒഴിച്ച് മറ്റു കളികളിലെല്ലാം അദ്ദേഹം ഫ്ലോപ്പായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബാറ്റിങ്ങിൽ മാത്രമല്ല, ക്യാപ്റ്റൻസിയിലും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പരാജയപ്പെട്ട ഒരു സീസണാണ് ഇതിനകം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ ബാറ്റിങ്ങിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നതിനൊപ്പം ടീമിനെ പ്ലേ ഓഫിലേക്ക് എങ്കിലും എത്തിച്ചില്ലെങ്കിൽ അടുത്ത സീസണിൽ ഒരുപക്ഷെ ഋഷഭിനെ ഉറപ്പായും LSCയിൽ കാണില്ല എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പാണ്. കാരണം LSCയുടെ ഓണറായ സഞ്ജീവ് ഗോയങ്ക അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻപിലാണ് എന്ന് നമുക്കറിയാം. മുമ്പ് KL രാഹുലിനെയൊക്കെ അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് ഋഷഭ് പന്തിനെ ആ ടീമിലേക്ക് എത്തിച്ചത്. ഇനി പന്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രതിഭയുടെ കാര്യത്തിൽ പന്ത് ഒരുപാട് മുന്നിലാണ്. അതിൽ ആർക്കും സംശയമില്ല. ഒരു എക്സ് ഫാക്ടറായ 1-2 സെഷൻ കൊണ്ട് കളിയുടെ ഗതി തിരിക്കാൻ കെൽപ്പുള്ള വീരേന്ദ്ര സെവാഗിനെ പോലെ അപൂർവം കളിക്കാരുടെ ജനുസിൽപ്പെട്ട താരം തന്നെയാണ് ഋഷഭ് പന്ത്. IPL തുറന്നുകൊടുത്ത വിശാലമായ മേൽക്കൂരയ്ക്ക് കീഴെ നിന്നുകൊണ്ട് ഒരുപാട് യുവതാരങ്ങൾ ഉദിച്ചുയർന്ന അതേ കാലഘട്ടത്തിലാണ് ഋഷഭ് പന്തും ഉദിച്ചുയർന്നത്. ഏതാണ്ട് 2017-18 കാലഘട്ടത്തിൽ കൃത്യമായും ഫിൽ ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന രീതിയിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ജയന്റ് ഒഴിച്ചിട്ട് പോയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന പൊസിഷൻ ആ സമയത്ത് ഫിൽ ചെയ്യേണ്ടത് പന്താണെന്ന പ്രതീക്ഷ അദ്ദേഹത്തിൽ ആളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയായിരുന്നു അദ്ദേഹം ധോണിക്ക് ശേഷം ടീമിലേക്ക് എത്തിയത്. ആ പന്താണ് ഇപ്പോൾ തൻ്റെ സ്ട്രോങ് ഏരിയകളിൽ ഒന്നായ T20 മത്സരങ്ങളിൽ ഇങ്ങനെ ഫോമില്ലാതെ ഒഴുകുന്നത്. അപ്പോൾ മിക്കവാറും അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഗോയങ്ക പന്തിനെ എടുത്ത് വെളിയിലിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നൊരാൾ രാഹുൽ തെവാത്തിയ. നമുക്കറിയാം, മുമ്പ് ഒരു സീസണിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച താരമാണ് രാഹുൽ തെവാത്തിയ. ഇന്ന് ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ പഴയ ഫോമിൻ്റെ നേലിൽ മാത്രമാണ് അദ്ദേഹമുള്ളത്. ആദ്യം 3 പേർ പുറത്തായാൽ മറ്റുള്ളവർ ഫോം ഔട്ട് ആവുന്നു എന്നതാണ് ഗുജറാത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് കണ്ടതാണ്. അതിൽ ആ 3 പേർക്ക് ശേഷം വരുന്ന താരങ്ങൾ ഗുജറാത്തിൽ ടെവാട്ടിയയും ഷാറൂഖ് ഖാനും വാഷിംഗ്ടൺ സുന്ദറുമൊക്കെയാണ്. അവരൊക്കെയും ഈ ഒരു കാര്യത്തിൽ പ്രതികളാണ്, ഗുജറാത്തിൻ്റെ തോൽവിക്ക് പ്രതികളാണ്. അതിൽ ഏറ്റവും വലിയ പ്രതിയായി നമുക്ക് രാഹുൽ തെവാത്തിയ എന്ന ഈ ഓൾറൗണ്ടറെയാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അങ്ങനെ പന്തെറിയാറില്ല. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഫിനിഷർ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ പലപ്പോഴും ഗുജറാത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. രാഹുൽ തെവാത്തിയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് പഞ്ചാബിനെതിരെ നടന്ന IPL മത്സരത്തിൽ ഒരൊറ്റ ഓവർ കൊണ്ട് 0-ൽ നിന്നും ഹീറോ ആയി മാറിയ താരമാണ് രാഹുൽ തെവാത്തിയ. 18 പന്തിൽ 51 റൺസ് വേണമെന്നിരിക്കെ രാജസ്ഥാൻ അന്ന് കളി തോറ്റെന്ന് കരുതിയ ഘട്ടത്തിലാണ്, അന്ന് രാജസ്ഥാൻ്റെ താരമായിരുന്നു തെവാത്തിയ, അങ്ങനെ തോറ്റുന്ന ഘട്ടത്തിലാണ് തെവാത്തിയ അന്ന് ഉയർത്തെഴുന്നേറ്റത്. അതുവരെയും നേരിട്ട ആദ്യ 19 പന്തുകളിൽ ഒരു ബൗണ്ടറി പോലും നേടാനാവാതെ വിയർത്തു നിൽക്കുകയായിരുന്നു ഈ പിഞ്ച് ഹിറ്റർ. ഒരു ഘട്ടത്തിൽ റൺ നിരക്ക് 15 കടന്നപ്പോഴും പന്തിൽ ബാറ്റൊന്ന് തൊടുവിക്കാൻ പോലും കഴിയാതെ വിഷമിക്കുകയായിരുന്നു അന്ന് രാഹുൽ തെവാത്തിയ. എന്നാൽ സഞ്ജു സാംസൺ അന്ന് ഔട്ടായി പവലിയനിലേക്ക് മടങ്ങിയതോടെ 18ാം ഓവറിൽ ചിത്രം മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വിക്കറ്റ് എടുക്കുമ്പോൾ ആവേശത്തോടെ സല്യൂട്ട് സെലിബ്രേഷൻ ചെയ്യാറുള്ള വെസ്റ്റ് ഇൻഡീസിൻ്റെ ഷെൽട്ടൺ കോട്രലിനെ സ്റ്റേഡിയത്തിലെ വെളിയിലേക്ക് 5 തവണയാണ് സിക്സറിന് തെവാത്തിയ പറത്തിയത്.
അത് കണ്ട് രാജസ്ഥാനും പഞ്ചാബും ആരാധകരും ഒരുപോലെ അന്തം വിട്ട നിമിഷമായിരുന്നു. ഒരൊറ്റ ഓവർ കൊണ്ടാണ് രാഹുൽ തെവാത്തിയ രാജസ്ഥാന് ജയം നേടിക്കൊടുത്തത്, 0-ൽ നിന്നും ഹീറോ ആയി ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ അന്ന് രാഹുൽ തെവാത്തിയയ്ക്കുള്ള അഭിനന്ദന വർഷത്തിൽ ശ്രദ്ധേയമായൊരു മുൻ ഇന്ത്യൻ താരവും സ്റ്റാർ ഓൾറൗണ്ടറുമായ യുവരാജ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റായിരുന്നു. ഒരു പന്തെങ്കിലും തെവാത്തിയ മിസ്സാക്കിയതിന് നന്ദി എന്നാണ് മുമ്പ് ഒരു ഓവറിൽ 6 സിക്സ് അടിച്ച യുവരാജ് ട്വിറ്ററിൽ കുറിച്ചത്. അപ്പോൾ ആ തെവാത്തിയാണ് ഇന്ന് ഫോമൗട്ടാണ്, കോടികളുടെ നഷ്ടക്കച്ചവടമായി ഇങ്ങനെ ഗുജറാത്തിൽ കഴിയുകയാണ്. ഫ്ലോപ്പ് ലിസ്റ്റിലെ മറ്റൊരാൾ കഴിഞ്ഞ മത്സരം തൊട്ട് ഫോമിലേക്ക് എത്തിയെങ്കിലും ഓസ്ട്രേലിയയുടെ സീം ബോളിംഗ് ഓൾറൗണ്ടറായ കാമറൂൺ ഗ്രീൻ തന്നെയാണ്. കഴിഞ്ഞ മിനി താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരമായിരുന്നു അദ്ദേഹം. അന്ന് 25.2 കോടി രൂപയ്ക്കാണ് 3 തവണ ജേതാക്കളായ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗ്രീനിനെ വാങ്ങിയത്. പക്ഷേ ഇത്ര വലിയൊരു തുക ലഭിച്ചിട്ടും ഒരു തരത്തിലും അതിനോട് നീതി പുലർത്താൻ ഇക്കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും അദ്ദേഹത്തിനായിട്ടില്ല. കഴിഞ്ഞ മത്സരം ഒഴിച്ച് കൊൽക്കത്തയുടെ ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിലെ കിതപ്പിന് കാരണങ്ങളിൽ ഒന്ന് ഗ്രീനിന്റെ തുടക്കത്തിലെ മത്സരങ്ങളിലെ മോശം പ്രകടനം തന്നെയായിരുന്നു. പിന്നെ ഫ്ലോപ്പായ 2 പേർ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അൺക്യാപ്ഡ് ഇന്ത്യൻ താരങ്ങളായ കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീരുമാണ്. 14.2 കോടി രൂപ വീതമാണ് കഴിഞ്ഞ താരലേലത്തിൽ 2 പേരും സ്വന്തമാക്കിയത്. ആ സമയത്ത് തന്നെ ഇത് ചൂതാട്ടമാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതുതന്നെ ഏതാണ്ട് സംഭവിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ആദ്യ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. കാർത്തിക് 3 കളിയിൽ നിന്നും 25 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പ്രശാന്ത് ആവട്ടെ 2 മാച്ചിൽ 49 റൺസാണ് നേടിയത്. ഈ സീസണിൽ ഇനി ഇവർക്ക് അവസരം ലഭിക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. ഈ മോശം ഷോയ്ക്ക് ശേഷം അവരെ പ്ലേയിങ് ലെവലിൽ പിന്നീട് ഉൾപ്പെടുത്തിയിട്ടുമില്ല. പിന്നെയുള്ളത് LSUയുടെ വെസ്റ്റ് ഇൻഡീസ് വെടിക്കെട്ട് താരം നിക്കോളാസ് പൂരനാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പല തീപ്പൊരി ഇന്നിങ്സുകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അതിനെ തുടർന്നാണ് 21 കോടി രൂപയ്ക്ക് നിക്കോളാസ് പൂരനെ ആ ടീം നിലനിർത്തിയത്. പക്ഷേ അത് വലിയൊരു അബദ്ധമായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിനനുസരിച്ച് അദ്ദേഹം ഒരു മത്സരത്തിലും ഇതുവരെയും റൺസ് അടിച്ചിട്ടില്ല, ഒരു ഇമ്പാക്റ്റും സൃഷ്ടിച്ചിട്ടില്ല. നിക്കോളാസ് പൂരനിലേക്ക് വരുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിഹാസമാവാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ സ്ഫോടനാത്മക ബാറ്റിങ്ങിലൂടെ പെട്ടെന്ന് തന്നെ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സ് കീഴടക്കിയവനാണ് നിക്കോളാസ് പൂരൻ. കഴിഞ്ഞ IPL നമ്മളത് കണ്ടിട്ടുണ്ട്. സിക്സറുകൾ ഇത്രയും അനായാസതയോടെ അടിക്കുന്ന കളിക്കാരിൽ ഏറെ മുന്നിലായിരുന്നു കഴിഞ്ഞ സീസണിൽ നിക്കോളാസ് പൂരൻ. കഴിഞ്ഞ IPL സീസണിൽ മാത്രമായി 40 സിക്സറുകളാണ് നിക്കോളാസ് പൂരൻ വാരിക്കൂട്ടിയത്. അതായത് 240 റൺസും അദ്ദേഹം സിക്സറിലൂടെയാണ് അദ്ദേഹം നേടിയത്. അതായത് എല്ലാവരേക്കാളും കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ 6 ഹിറ്റിംഗ് എബിലിറ്റി. യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിലിന് ശേഷം വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള അടുത്ത കൊടുങ്കാറ്റായിരുന്നു ശരിക്കും വിക്കറ്റ് കീപ്പർ കൂടിയായ നിക്കോളാസ് പൂരൻ. എന്നാൽ അകാലത്തിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം വിരമിച്ചുകൊണ്ട് ലോകമെങ്ങുമുള്ള T20 ലീഗുകളിൽ കളിക്കാനായി മാത്രം കരിയർ ഷിഫ്റ്റ് നടത്തുകയായിരുന്നു നിക്കോളാസ് പൂരൻ. പക്ഷേ അതിനുശേഷമുള്ള പൂരൻ്റെ ഫോം അതൊരു നിരാശ തന്നെയാണ്. ഈ IPLൽ നമ്മൾ ആ നിരാശ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ബെൻ സ്റ്റോക്സിനെ വിട്ടുകളഞ്ഞാണ് ഏതാണ്ട് 15 കോടി രൂപയോളം കൊടുത്തുകൊണ്ട് അന്ന് പൂരനെ ലക്നൗ അവരുടെ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരാശ, അദ്ദേഹം ലക്നൗവിൻ്റെ തോൽവിക്ക് പ്രധാന കാരണമായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ മോശം ഫോം. പിന്നെയുള്ളത് ചെന്നൈ നായകനായ ഋതുരാജ് ഗെയ്ക്വാദാണ്. അദ്ദേഹത്തിൻ്റെ മോശം ഫോമും ചെന്നൈയെ ആദ്യ മത്സരങ്ങളിലടക്കം അതുപോലെ ക്യാപ്റ്റൻസിയിലടക്കം ചെന്നൈയെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ്. പിന്നെ അജിങ്ക്യ രഹാനെ എന്ന KKR നായകനുമുണ്ട്. അദ്ദേഹവും ഈ സീസണിൽ വലിയ രീതിയിൽ ഫോമിലായിട്ടില്ല. ആ ടീമും വിജയങ്ങളിലേക്ക് അങ്ങനെ കടന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലിസ്റ്റ് പിന്നെയും നീളുകയാണ്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് തോന്നുന്നവർ ആരൊക്കെ എന്ന് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം.